നമ്മുടെ അച്ഛനെയോ നമ്മുടെ അമ്മയെയോ നമ്മുടെ ഹസ്ബൻഡിനെയോ ഒക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാവരോടും നടന്ന് നമ്മുടെ റിലേറ്റീവ്സിനോടും നമ്മുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ ഇത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, എൻ്റെ മനസ്സ് പറയുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് വളരെ അടുത്ത ആളുകളിൽ നിന്ന് ആരെങ്കിലും നിന്ന് അങ്ങനത്തെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം? ഞാൻ ചോദിക്കാനും പോയിട്ടില്ല, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനും ഞാൻ നിന്നിട്ടില്ല. എനിക്കുണ്ടായിരുന്നു എൻ്റെ ചില റിലേറ്റീവ്സിന്റെ ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ പാരൻസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ ജനറേഷൻ ഡിഫറൻസ് ഉണ്ട്. അപ്പം അവർക്കിത് കാണുമ്പോൾ അശ്ശേ എന്താ ഒരു കുട്ടിയല്ലേ ഇങ്ങനെ എന്നുള്ള സാധനം ആ സമയത്തൊക്കെ അവർക്ക് ഒരു മോശം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അങ്ങനത്തെ ഒരു സാധനം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ എൻ്റെ പാരൻസ് ഭയങ്കര ബോൾഡായിട്ടൊക്കെ അവർക്ക് ഉത്തരം കൊടുക്കും, അതിനെന്താ അത് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അവർ പറയും. ഇതിനെ പോലെ ചിലപ്പോൾ അവർക്ക് ഉള്ളിൽ ചിലപ്പോൾ ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതേ ആൾക്കാർ എൻ്റെ ചാനൽ ക്ലിക്ക് ആവുകയും ഇപ്പം ഇൻ്റർവ്യൂസ് വരെയും ഓരോ ആർട്ടിക്കിൾസ് വരെയൊക്കെ ആയപ്പോൾ അവര് എന്നെ തന്നെ സെയിം ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സ് ഭയങ്കര അഭിമാനം, നിങ്ങൾക്ക് അറിയുന്ന കുട്ടിയാണോ, നിങ്ങൾക്ക് അറിയുന്ന ഫാമിലി ആണോ, ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവരെന്നെ പറയുമ്പോൾ അതെന്നെ എനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ആ പറയുന്നവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണല്ലേ കാര്യം. തീർച്ചയായിട്ടും.